നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 486th day. Today 6th chapter 86th ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 486 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 86ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷിച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 86ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസ അദപിബത സദ്ഭാഗ്യ മാമുഞ്ചത കർഹിചിത്. ഓം ശ്രീകൃഷ്ണായ നമ. സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസ അദപിബത സദ്ഭാഗ്യ മാമുഞ്ചത കർഹിചിത്. മാമുഞ്ചത കർഹിചിത്. ഓം തത്സത്. ശ്രീ ശുകബ്രഹ്മർഷി തുടരുകയാണ്. സ്വർഗത്തിലും സത്യലോകത്തിലും കൈലാസത്തിലും വൈകുണ്ഠത്തിലും ഈ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ രസം ലഭിക്കുകയില്ല. ഈ ലോകത്ത് മാത്രമാണ്, ഈ ഇഹലോകത്ത്, അതായത് ഈ ലോകത്ത് മാത്രമാണ്, ഭൂമിയിൽ മാത്രമാണ് ഈ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ രസം ഇപ്രകാരം ലഭിക്കുക. അതുകൊണ്ടുതന്നെ അദപ്യബത, അത് ആവോളം കുടിച്ചുകൊള്ളുക. അത്രയ്ക്കും രസം നമ്മൾ കുടിക്കുകയാണ് ചെയ്യുക. അത്രയ്ക്കും രുചിയുണ്ടാകും അതിന്. അതുപോലെ അമൃതത്തിനേക്കാൾ രസകരമായിട്ടുള്ള ഈ ശ്രീമദ് മഹാഭാഗവതം വേണ്ടത്ര പാനം ചെയ്താലും കുടിച്ചുകൊള്ളുക. അദപിബത സദ്ഭാഗ്യ, നിങ്ങളൊക്കെ ഭാഗ്യശാലികളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ആനന്ദമെന്ന തടത്തിൽ സനകാദികൾ ശ്രീമദ് മഹാഭാഗവത സപ്താഹം നടത്തിക്കഴിഞ്ഞ് ആ സന്ദർഭത്തിലാണ് ശ്രീ ശുക ബ്രഹ്മർഷി അവിടെ എത്തിച്ചേരുന്നത്. അദ്ദേഹം പറയുകയാണ്, വേണ്ടത്ര നിങ്ങൾ കുഴിച്ചുകൊള്ളുക, നിങ്ങൾ ഭാഗ്യശാലികളാണ്. സ്വർഗത്തിലോ കൈലാസത്തിലോ സത്യലോകത്തിലോ വൈകുണ്ഠത്തിലോ ഒന്നും തന്നെ ഈ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ രസം ലഭിക്കുകയില്ല. അത് കുടിച്ചുകൊള്ളുക. മുഞ്ചത കർഹിച്ചിത്, അത് നിങ്ങൾ ഉപേക്ഷിക്കുക. മുഞ്ചത എന്ന് പറഞ്ഞാൽ വിടാതിരിക്കുക, ഒരിക്കലും വിടാതിരിക്കുക. അത്രയ്ക്കും മഹത്തായിട്ടുള്ള ആ ഭാഗവതത്തിൻ്റെ രസം ആവോളം ആവുന്നത്ര പാനം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ശുകബ്രഹ്മർഷി അവിടെ കൂടിയിരിക്കുന്നവരോട് പറയുകയാണ്. ശ്രീമദ് മഹാഭാഗവത സപ്താഹത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം കണ്ടു, എല്ലാ ദേവന്മാരും ഒന്നിച്ചു വന്ന് ആ അമൃതത്തിൻ്റെ കുംഭവും എടുത്തിട്ട് വന്നിട്ട്, ഈ അമൃതകുംഭം ഞങ്ങൾ നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് ഈ ശ്രീമദ് മഹാഭാഗവതം തരൂ എന്ന് പറഞ്ഞ് കേൾക്കുന്നതും, അപ്പോൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അമൃതം വേണ്ട, ഞങ്ങൾക്ക് ശ്രീമദ് മഹാഭാഗവതം മാത്രം മതി. എന്തെന്നാൽ അമൃത് കുടിച്ചാൽ ജരാനരയുണ്ടാവുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ശ്രീമദ് മഹാഭാഗവതം കുടിച്ചാൽ മോക്ഷം തന്നെ ലഭിക്കും. ജരാമരണം ബാധയുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, എന്നേക്കുമായിട്ട് ആ ഭഗവാനെ പ്രാപിച്ച് മുക്തിയടയുവാൻ സാധിക്കും. അത്രയ്ക്കും മഹത്തായതാണ് ശ്രീമദ് മഹാഭാഗവതം. ഒരു മനുഷ്യന് അവൻ്റെ പൂർവജന്മ ഭാഗ്യവും കർമ്മഭാഗ്യവും കൊണ്ട് മാത്രമല്ലാതെ ശ്രീമദ് മഹാഭാഗവതം എടുക്കാൻ തന്നെ തോന്നുകയില്ല, സാധിക്കുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസ അദപിബത സദ്ഭാഗ്യ മാമുഞ്ചത കർഹിചിത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.